Hi friends, welcome back to our YouTube channel The Tech Pro. നമ്മളിന്ന് കാണാൻ പോകുന്നത് Realme Buds Air 3S Black ആണ്. അപ്പോൾ നമുക്ക് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 1799 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ദീപാവലി ഓഫർ ടൈമിലാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. നമ്മൾ കാർഡ്ബോർഡ് ബോക്സ് അൺബോക്സ് ചെയ്തു. അപ്പോൾ നമുക്ക് ബില്ല് കിട്ടി, ബില്ല് മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് സാധാരണ റിയൽമിയുടെ ബഡ്സ് ഒക്കെ കിട്ടുന്ന സാധാരണ കോമൺ ബോക്സുകളിൽ തന്നെയാണ് റിയൽമി ബഡ്സ് എയർ 3S ബ്ലാക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സൈഡിലൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ MRP ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4999 രൂപയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സീൽ അൺബോക്സ് ചെയ്ത് നോക്കാം. സീൽ പറിച്ച് കഴിയുമ്പോൾ നമുക്ക് പുറത്തേക്ക് പുള്ളി ചെയ്യാൻ പറ്റിയ ഒരു പീസും പേപ്പറും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ വലിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കുഷനിൽ നമുക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കാണാൻ കഴിയും. ബോക്സി ലുക്കാണ് വന്നിരിക്കുന്നത്. മ്യൂസിക് ബോക്സ് ഡിസൈൻ എന്നൊക്കെയാണ് അവർ റിയൽമി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നമുക്കൊരു ഫിലിം കോട്ടിങ്ങോട് കൂടിയൊക്കെയാണ് നമുക്ക് ബോക്സിൽ ലഭിച്ചിരിക്കുന്നത്. ട്രാൻസ്പെറൻ്റ് ആണ് മേളിൽ കാണുന്നത്. സ്മോക്ക് കോട്ടിംഗ് ഒക്കെ നൽകിയ ഒരു ബോക്സ് ടോപ്പാണ് നൽകിയിരിക്കുന്നത്. ഫിലിം റാപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് റീസൈക്കിൾ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് വെക്കാം. ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് LED നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. നമുക്ക് രണ്ട് കളറിലാണ്, വൈറ്റ് ആൻഡ് ഗ്രീൻ നോട്ടിഫിക്കേഷൻസ് ആണ് കാണിക്കുന്നത്. തുറക്കുമ്പോൾ തന്നെ വൈറ്റ് കളർ കാണിക്കുക. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് വെക്കാം. ബോക്സിൽ ബാക്കി എന്തുണ്ടെന്ന് നോക്കാം. ബോക്സിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് റിയൽമീൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ, ഹൈ റിയൽമി ഫാൻ എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനോടെയാണ് വരുന്നത്. എങ്ങനെ ആപ്പുമായിട്ട് പെയർ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യേണ്ട ഡീറ്റെയിൽസും വാറണ്ടി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നൽകിയിരിക്കുന്നുണ്ട്. ബാറ്ററിയെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് ഐറ്റംസാണ്, ബഡ്സും പിന്നെ ചാർജിങ് കേബിളുമാണ്. ബഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ നമുക്ക് 3 പെയറാണ് തരുന്നത്. ലാർജ്, മീഡിയം ആൻഡ് സ്മോളാണ്. പിന്നെ ചാർജർ കേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ C ടൈപ്പ് കേബിളാണ് വരുന്നത്. അത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഹെഡ്സെറ്റിലേക്ക് വീണ്ടും വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ഡുവൽ ടോൺ കളറിലൊക്കെയാണ് വരുന്നത്. ഒരു ഗ്രേ കളറാണ് ഇൻറ്റീരിയറിൽ നൽകിയിരിക്കുന്നത്. ബഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആണ്. കൺവീനിയൻറ്റ് ടു യൂസ് എന്ന രീതിയിലൊക്കെയാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്മൂത്ത് ആൻഡ് ഗ്ലോസി ടൈപ്പാണ് സൈഡിൽ നമുക്ക് ടച്ച് ചെയ്യുന്ന അവിടുത്തെ ഭാഗങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ചാർജിങ് പോയിൻറ്റുകളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാണ്ട് മൈക്ക് ഡീറ്റെയിൽസും മൈക്കിൻ്റെ ഹോൾസും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. ബോൺ ഫോർ ബാസ്, ഫീൽ ദ ബീറ്റ് എന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. അതിനാൽ തന്നെ 11mm ലിക്വിഡ് സിലിക്കൺ ട്രിപ്പിൾ ടൈറ്റാനിയം ബാസ് ഡ്രൈവറാണ് ഇതിന് നൽകിയിരിക്കുന്നത്. കൂടാതെ കസ്റ്റമൈസ്ഡ് EQ, ട്യൂണിംഗ്, മാച്ച്, എക്സ്ക്ലൂസീവ് ഫ്രീക്വൻസി എന്നൊക്കെ രീതിയിൽ ഇവർ ഫീച്ചേഴ്സ് നൽകുന്നുണ്ട്. അതിനകത്ത് ബാസ്, ബൂസ്റ്റ്, ക്ലിയർ ബാസ്, നാച്ചുറൽ ബാലൻസ്, ക്ലിയർ വോക്കൽസ് എന്ന ഫീച്ചേഴ്സ് നൽകുന്നുണ്ട്. കൂടാതെ ഇതിനകത്ത് ഡോൾബി ആറ്റംസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വേറൊരു സവിശേഷതയായി വരുന്നത് 4 മൈക്ക് ഡിസൈനാണ് ഉള്ളത്. AIEC കോൾ നോയ്സ് റിഡക്ഷനും നെക്സ്റ്റ് ലെവൽ ക്രിസ്റ്റൽ ക്ലിയർ കോളിങ്ങും എന്ന ഫീച്ചേഴ്സൊക്കെ ഇതിൽ നൽകുന്നുണ്ട്. അതിനായി നോയ്സ് റിഡക്ഷൻ ഒപ്റ്റിമൈസ് സീൻസായി പറയുന്നത് സ്ട്രീറ്റ്, സബ്വേ, ഷോപ്പിംഗ് മാൾ, കഫേ എന്നിവയാണ്. ഇനി കണക്ഷൻ്റെ കാര്യം നമുക്ക് നോക്കാം. അപ്ഗ്രേഡഡ് ബ്ലൂടൂത്ത് 5.3 ആണ് വരുന്നത്. സൂപ്പർ ഫാസ്റ്റും സൂപ്പർ സ്റ്റേബിളും ആണെന്നാണ് പറയുന്നത്. ഗൂഗിൾ കണക്റ്റ് നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഈസി കണക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്ത് കിട്ടും. ബ്ലൂടൂത്ത് ഓൺ ആക്കിയത് തന്നെ നമുക്ക് അതിനുശേഷം കേസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കണക്ഷനുള്ള റിക്വസ്റ്റ് വരും. പെട്ടെന്ന് തന്നെ നമുക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കണക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി ചാർജസ് ഒക്കെ കാണാൻ സാധിക്കും. ലെഫ്റ്റ് ബഡിൻ്റെയും റൈറ്റ് ബഡിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ബാറ്ററി ചാർജസ് നമുക്കറിയാൻ സാധിക്കും. കൂടാണ്ട് കേസിൽ എത്ര ചാർജ് ബാക്കിയുണ്ടെന്ന് പറയാം. കണക്ഷന് വേണ്ടി റീസെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത് നോക്കാനുള്ളത് ടച്ച് കൺട്രോൾസ് ആണ്. ഇൻ്റലിജൻറ്റ് ടച്ച് കൺട്രോൾസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. കൂടാണ്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് നൽകുന്നുണ്ട്. ഡിഫോൾട്ടായിട്ട് വരുന്ന സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഡബിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലേയിൻ പോസും ചെയ്യും. കൂടാണ്ട് ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ട്രാക്ക് പ്ലേ ചെയ്യുകയും ചെയ്യും. ഇനി റൈറ്റ് സൈഡ് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോളിയം അപ്പ് ആവുകയും ലെഫ്റ്റ് സൈഡ് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോളിയം ഡൗൺ ചെയ്യുകയും ചെയ്യും. റൈറ്റും ലെഫ്റ്റും ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗെയിം മോഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. വാട്ടർ റെസിസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ IPX5 ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ബാറ്ററി ചാർജിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്സ് മാത്രമായി 7 മണിക്കൂർ പ്ലേബാക്ക് ടൈം നൽകുന്നുണ്ട്. ബഡ്സും കൂടാണ്ട് കേസും കൂടെ കൂടുകയാണെങ്കിൽ 30 മണിക്കൂർ പ്ലേബാക്ക് ടൈമാണ് നൽകുന്നത്.
ഇനി അതിൽ തന്നെ കോളിംഗ് ടൈം ആണെങ്കിൽ 16 മണിക്കൂറാണ് കമ്പനി പറയുന്നത്. നമ്മൾ ചാർജിങ് ടൈമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാട്ട് ചാർജാണ് നൽകിയിരിക്കുന്നത്, ഒരു ഫ്ലാഷ് ചാർജ്. 10 മിനിറ്റ്സ് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ പ്ലേ ബൈ ടൈം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ 69 ms സൂപ്പർ ലോ ലേറ്റൻസിയാണ് നൽകിയിരിക്കുന്നത്. അതിനകത്ത് തന്നെ അത് സ്പെഷ്യലായി ഗെയിമിംഗ് മോഡിന് വേണ്ടിയിട്ട് ബെൽറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ബഡിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു ഫീച്ചറാണ് ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ. ഒരു ടാബിൽ നമ്മൾ ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മറ്റൊരു ഫോണിൽ കോൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇയർബഡ്സ് സ്വിച്ച് ചെയ്ത് ആൻസർ കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. റിയൽമി ഫോണുമായി ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ളൊരു ആപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. ബാറ്ററി സ്റ്റാറ്റസും സൗണ്ട് എഫക്ട്സും കൂടാണ്ട് വോളിയം എൻഹാൻസറും കാര്യങ്ങളൊക്കെ അതിനകത്ത് നൽകിയിട്ടുണ്ട്. ഗെയിം മോഡ് സെറ്റിങ്സ് ചെയ്യാനും ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ്റെ സെറ്റിങ്സ് ചെയ്യാനും ബട്ടൺ സെറ്റിങ്സ് ഒക്കെ ചെയ്യാനും വേണ്ടി നമുക്ക് ഈ ആപ്പ് ഉപയോഗിക്കാം. ഇതൊരു ക്വിക്ക് യൂസേജിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ബീറ്റും ബാസും എഫക്ട്സും കാര്യങ്ങളൊക്കെ റിയൽമി പറയുന്ന പോലെ ഏറ്റവും മികച്ചൊരു ക്വാളിറ്റി തന്നെ നൽകുന്നുണ്ട്. ഡോൾബി ആണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫീല് നമുക്ക് നൽകുന്നുണ്ട്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത് ബ്ലാക്കിനേക്കാളും കുറച്ചും കൂടെ കാണാൻ ഭംഗിയുള്ളത് വൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബഡ്സിൻ്റെ കാര്യത്തിൽ ബ്ലാക്ക് തന്നെയാണ് ബെസ്റ്റ് കാണുവാൻ വേണ്ടി. ലിഡിൻ്റെ കാര്യത്തിൽ, കേസിൻ്റെ കാര്യത്തിൽ ഓപ്പൺ ചെയ്യുന്ന പാർട്ടിന് അത്ര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല. അതൊരു ചെറിയൊരു ലൂസുള്ള പോലെ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ മോഡ് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു എഫക്റ്റ് ഈ ഒരു ഡിവൈസ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ബഡ്സ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഈ കമൻറ്റിൽ അറിയിക്കുക. അത് മറ്റുള്ളവർക്ക് സഹായകരമായിരിക്കും. അപ്പോൾ താങ്ക് യു.